ഓരോന്നായിട്ട് തുടങ്ങട്ടെ. റീൽസിൽ ഞാൻ അഴിഞ്ഞാടുന്നു എന്ന് പറയാം. കൊച്ചുടുപ്പൊക്കെ ഇട്ടിങ്ങനെ കൊച്ചു പെണ്ണെന്നാ വിചാരം. 18-കാരിക്ക് ലവ് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? അതെടുക്കില്ല. ഒരു സാഹചര്യത്തിൽ ഒരു ഡിവോഴ്സ്, അത് മ്യൂച്വൽ ആയിട്ട് ഒരു ഡിവോഴ്സ് എടുക്കേണ്ടി വന്നു. അത് എൻ്റെ തെറ്റാണോ അല്ലെങ്കിൽ ഞാനെടുത്ത ഡിസിഷൻ്റെ തെറ്റാണോ? പുള്ളിക്ക് എന്നെ കല്യാണം കഴിക്കണം, അങ്ങനെ ഒരു ഫോഴ്സ്ഫുൾ ഇത് വന്നു. എൻ്റെ മനസ്സിൽ എവിടെയോ അത് പതറിപ്പോയി. ഇപ്പൊ ചിന്തിച്ചാലും അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. എനിക്കെപ്പോഴും ഫേവറേറ്റ് എപ്പോഴും തുള്ളിച്ചാടുക. ബിഗ് ബോസ് കാണാറുണ്ടോ? ഈ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഫുള്ള് കറങ്ങി നടന്നത് റീന ജോൺ. അടുത്ത വർഷം ജാനുവരി ജീപ്പ് കയറി നീ മരി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നീ ആ ശവപ്പെട്ടി ഒന്ന് അയച്ചു തരും. നിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട ആ തട്ടും ഒന്ന് വാടേ തട്ടാൻ. എല്ലാ പൊട്ട കമന്റുകളാണ്. പ്രേക്ഷകര് ചിലര് പറയും ഇതൊന്ന് മാറ്റി പിടിക്കുമോ? ഈ UK ബന്ധം അതെന്തായി പിന്നെ? അതൊരു വല്ലാത്ത ട്രാജഡിയായി പോയി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് എങ്ങോട്ട് പോകണം എന്നറിയാതെ ഒരുപാട് സമയം ഞാൻ വിഷമിച്ചിട്ടുണ്ട്. മാപ്പ് പറഞ്ഞ പുള്ളിയുമായിട്ട് റീയൂണിയൻ ചെയ്യാൻ ഭയങ്കര എനിക്ക് താല്പര്യമുണ്ട്. അത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്യും. അത് ആന്റിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു? 100% ഞാനത് ചിന്തിക്കാറുണ്ട്. എൻ്റെ സ്വത്ത് പോലും ഞാൻ ഒന്നും എടുത്തില്ല. ഞാൻ വെറും കൈയോടുകൂടിയാണ് ഒരു സെക്കൻഡ് മാരേജിലേക്ക് പോകുന്നത്. അയ്യോ, രഞ്ജുമേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അയ്യോ, എന്റെ തൊണ്ടയ്ക്ക് എന്തോ പിടിച്ചിരിക്കുന്നു. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, നമുക്ക് മനസ്സിനൊക്കെ ഒരു കുഞ്ഞു വിഷമമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ആളുടെ ഒരു റീലോ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. നമ്മൾ ഭയങ്കര ഹാപ്പിയാവും, നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റീന ജോൺ. ഹായ് ആൻറ്റി. ഹായ് നൂർജഹാൻ. ആൻറ്റി, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറേ കമന്റ്സ് വരാറുണ്ടായിരിക്കും അല്ലേ? എല്ലാവർക്കും ഒരുപാട് പോസിറ്റീവ് കമന്റും വരാറുണ്ട്, നെഗറ്റീവ് കമന്റും വരാറുണ്ട്. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എന്താ? എനിക്ക് തോന്നുന്നു ആൻറ്റി നെവർ മൈൻഡ് ആണെന്ന്. അതെ, നെഗറ്റീവ് കമന്റ്സ് ഇപ്പം ഞാൻ എടുക്കുന്നത് ഈ കമന്റ്സ് കൊണ്ടല്ലല്ലോ. നമ്മളിപ്പം എനിക്കറിയാം ഞാൻ എന്താണ്. അപ്പൊ അവര് ചിലപ്പോ എനിക്ക് കൊണ്ട് അറിയാത്തവരായിരിക്കാം എന്ന് വെച്ചിട്ട് ഞാൻ അത് ഇഗ്നോർ ചെയ്യാണ് പതിവ്. ആന്റിയുടെ ഈ പറയുന്ന പോലെ എല്ലാവർക്കും കുറേ നമ്മുടെ നാട്ടിലുള്ള ഈ അമ്മമാർക്കാണെങ്കിലും ആന്റിയുടെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കായാലും പറ്റാത്ത കാര്യങ്ങൾ ആന്റി ചെയ്യുന്നുണ്ട്. അതായത് ഇത്ര ഫ്രീ ആയിട്ട് നടക്കാനോ അല്ലെങ്കിൽ ആന്റി ഇടുന്ന പോലെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ ഇഷ്ടമുള്ള പോലെ ഒരുങ്ങാനോ ഒന്നും പലർക്കും പറ്റുന്നില്ല. അപ്പോൾ ആന്റിക്ക് എന്താ അവരോടൊക്കെ പറയാനുള്ളത്? ആന്റിക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഫസ്റ്റ് ഞാൻ അവർക്ക് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം എനിക്ക് ആ ഒരു മനസ്സാണ്. ജീവിതം എന്നത് ജീവിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും കണ്ടെത്തേണ്ടത്. അപ്പോൾ ആ സന്തോഷം ഞാൻ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം ഞാൻ ആവോളം ആസ്വദിക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു ഫ്രീ മനസ്സായിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളിപ്പം പ്രാരാബ്ധങ്ങളോ അല്ലെങ്കിൽ ലോണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതിനൊരു തടസ്സം വരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രീ ആയിട്ട് മെൻ്റൽ സിറ്റുവേഷൻ വച്ചതിന് ശേഷമാണ് ഞാൻ ഓരോ ഈ ആക്ടിവിറ്റീസിനും, പിന്നെ എനിക്ക് പണ്ടേ ഒരുങ്ങാനും ഇങ്ങനെ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹമാണ്. പക്ഷെ പണ്ടത്തെ ഒരു അവസ്ഥയനുസരിച്ച് നമുക്കതൊന്നും പറ്റിയിരുന്നില്ല. പണ്ടതൊന്നും ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ അപ്പനും അമ്മയൊക്കെ ഉള്ളപ്പോൾ അവർ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതേ ഇടാൻ പാടുള്ളൂ, ഇതിടാൻ പാടില്ല എന്നൊരു റെസ്ട്രിക്ഷനുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇപ്പം അങ്ങനെയല്ല, വേൾഡ് മാറി. അപ്പം എനിക്കും അങ്ങനെ ഒരു ചിത്രശലഭത്തെ പോലെ പറന്ന് നടക്കണം എന്ന എൻ്റെ കുഞ്ഞുകാലത്തുള്ള ആ ഒരു ആഗ്രഹം ഞാനിപ്പം സഫലീകരിക്കുകയാണ്. ഇനി നൂർജഹാൻ ചോദിച്ച ആ ചോദ്യത്തിലോട്ട് വരാം. ഇപ്പം എന്നെപ്പോലെ ആകണം എന്ന് പറ്റാത്തവർക്ക്, എനിക്ക് ഈ ഇടയ്ക്ക് എനിക്കൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് കിട്ടിയായിരുന്നു. ഒരു ലേഡിയാണ്. ഒരുപാട് സങ്കടത്തോടു കൂടി പറഞ്ഞു, ചേച്ചി ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ എന്നെ പള്ളിയിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നല്ല അവരെ ഒരുപാട് പീഡനം സഹിക്കുന്നു എന്ന്. ആ മെസ്സേജ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. എനിക്ക് അങ്ങനെ ആ ഒരു മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. അപ്പം ഞാൻ അവർക്ക് കൊടുത്ത ഒരു ഉപദേശം, നമ്മളാണ് നമ്മുടെ സന്തോഷം കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്താണോ എടുക്കുന്ന തീരുമാനം അതിൽ ഉറച്ചു നിൽക്കുക. മറ്റൊരാളല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത്. അതാണ് അവർക്ക് ഞാൻ കൊടുത്ത ഒരു മറുപടി. എനിക്കറിയാം ആ മറുപടി ഒരു ഈസി ആയിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നല്ലെങ്കിലും അത് അവരെടുത്തേ പറ്റുള്ളൂ.
അതെ, അത് ആന്റിക്ക് അങ്ങനെ ഈസി ആയിട്ട് അത് പറയാൻ പറ്റില്ല. ഒരുപാട് പേര് അങ്ങനെ ജീവിക്കുന്നവരുണ്ടല്ലോ. ആന്റിക്കും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ? സത്യമായിട്ടും എനിക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു നൂജ. കാരണം എൻ്റെ ബാല്യകാലത്തിൽ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. കാരണം നമുക്ക് പണ്ടൊക്കെ മേക്കപ്പ് ഇടാൻ പാടില്ല, പിന്നെ ഇങ്ങനെ ആൾക്കാരൊക്കെ നോക്കും, അയ്യോ അവർ കളിയാക്കും, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്താഗതി പണ്ടും ഞാനും അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഓ നീ കറുത്തിട്ടാണ് ഇരിക്കുന്നത്, ഓ നിനക്ക് ഭംഗിയൊന്നുമില്ല, ഓ ഇതൊക്കെ ഇട്ടിട്ടാൽ ഇങ്ങനെ നടക്കുന്ന കോലം കണ്ടില്ലേ, ഓ നിന്നെ എന്താ പിന്നെ എന്താണ് പിന്നെ വെളിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ്. ഇങ്ങനത്തെ ഒരുപാട് പരിഹാസങ്ങൾ ഞാനും നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും ആകുലയാകാതെ എന്താണോ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് അത് ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നു. എനിക്ക് ആ ഒരു ജീവിതം ആസ്വദിക്കണം. എനിക്ക് കിട്ടാതെ പോയ ഒരു ബാല്യമോ അല്ലെങ്കിൽ കിട്ടാതെ പോയ ഒരു ലൈഫ് തിരിച്ചു കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ചെറുപ്പത്തിലുള്ള ആഗ്രഹങ്ങളാണ് ആന്റി ഇപ്പോൾ ചെയ്യുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതെ അതെ, കൊച്ചിലെ ചെയ്യാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ ഒരു കടയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ഡ്രസ്സ് കണ്ടിട്ട് അയ്യോ അതെനിക്ക് വാങ്ങാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിട്ടുള്ള ഒരു റീന ജോൺ ഉണ്ടായിരുന്നു. കാരണം അപ്പനും അമ്മയും അങ്ങനെ ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുട്ടികൾ ഉണ്ടാവാം. ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി അവർക്കത് പറ്റുന്നില്ലല്ലോ, അയ്യോ എനിക്കിത് പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് അവർ ആർജിക്കേണ്ടത് നന്നായിട്ട് പഠിക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ പരിശ്രമിക്കുക, നന്നായിട്ട് അധ്വാനിക്കാനുള്ള ഒരു മനസ്സും, അതായത് നന്നായിട്ട് ജോലി ചെയ്ത് സമ്പാദിക്കാനുള്ള ഒരു കഴിവ് അവർ നേടിയെടുത്തതിന് ശേഷം അവർ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുക എന്നതാണ് എനിക്ക് ആ കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം. കാരണം ഞാൻ അങ്ങനെയാണ് അത് ചെയ്തത്, നേടിയെടുത്തതും. ഈ റിയൽ ലൈഫിലെയും റീന ജോൺ രണ്ടാളുകളാണോ? അതെ 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 അതെ. എന്താണ് മേജർ ഡിഫറൻസ് ഈ രണ്ടാൾക്കും ഉള്ളത്? അതായത് റീൽസിൽ ഞാൻ അഴിഞ്ഞാടുന്നു എന്ന് പറയാം. കാരണം എനിക്ക് കിട്ടാതെ പോയി, കാരണം എനിക്ക് ആ റീൽസിലെ ഓരോ പാട്ടുകളും എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കും. ഇപ്പോൾ പുതിയ ട്രെൻഡ് വരെ ഞാനിപ്പം ഈ യങ് ഗേൾസ് ചെയ്യുന്ന ട്രെൻഡൊക്കെ ഞാൻ ഒന്നും വിടില്ല. ഏറ്റവും പുതിയതായിട്ട് ചെയ്ത ട്രെൻഡ് ഏതാ? ട്രെൻഡ് മറ്റേ ഇതാണല്ലോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാട്ട്, മറന്നുപോയി. അതൊക്കെ എൻ്റെ സ്റ്റൈലിലൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നവരുണ്ട്, അതും വൈറലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട്, ഓ ഇതൊക്കെ കോപ്പി കോപ്പി അടിക്കണമെങ്കിലും എൻ്റെ ബോഡി മൂവ് ചെയ്താലല്ലേ കോപ്പി അടിക്കാൻ പറ്റുള്ളൂ. അതവർ മനസ്സിലാക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്ത് യങ്സ്റ്റേഴ്സിനോടൊപ്പം തന്നെ നിൽക്കാനുള്ള ഒരു മനസ്സ്. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സ് ഇപ്പോഴും ഒരു യുവത്വം നിറഞ്ഞ മനസ്സാണ്. അത് 18-ലാണ്. ഈ 18-കാരിക്ക് ലവ് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? അതെടുക്കില്ല, വന്നാലും എടുക്കില്ല. ലവ് എന്ന് പറയുന്നതേ വേണ്ട. ഇല്ല, ഞാൻ ലവ് ചെയ്യുന്നുണ്ട് എന്നെ തന്നെ. ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ബിഗ് ബോസ് കാണാറില്ല. പക്ഷെ ഈ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഫുള്ള് കറങ്ങി നടന്നത് റീന ജോൺ വരുന്നു, ലണ്ടനിൽ നിന്ന് റീന ജോൺ വരുന്നു. ഞാൻ പറഞ്ഞു എന്ന് വന്നു, ഓരോരുത്തരും ചേച്ചി എന്താ വരാത്തെ. പക്ഷെ അതൊരു അറിയില്ല, അതിനെപ്പറ്റി ഞാൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോകുമോ എന്നതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ചോദിച്ചാൽ. കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ എത്രയോ 90 days എന്തോ 100 days മാറി നിൽക്കണം, അങ്ങനത്തെയൊക്കെ ഉണ്ട്. ചിലപ്പം വിളിച്ചിരുന്നെങ്കിൽ പോയേനെ. എൻ്റെ മാനേജറോട് പറഞ്ഞിട്ടേ പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. അതെ. ഇതുപോലെ ആന്റി ചെയ്ത വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ആന്റിക്ക് ഫേവറേറ്റ് വീഡിയോ ഏതാ? എനിക്ക് എപ്പോഴും ഫേവറേറ്റ് എപ്പോഴും തുള്ളിച്ചാടുക, ചാടിയുള്ള വീഡിയോകളെല്ലാം ഇഷ്ടമാണ്. കാരണം എനിക്ക് ആ മൂമെൻറ്റും അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ ഉള്ളൊരു മാനസിക സന്തോഷം ഒരിക്കലും കിട്ടാറില്ല. പക്ഷെ പ്രേക്ഷകർ ചിലർ പറയും ഇതൊന്ന് മാറ്റി പിടിക്കുമോ എന്ന് പറയുമ്പോഴാണ് ഒന്നിലോട്ട് പോകുന്നത്. ഞാൻ എപ്പോഴാണ് ഇതിന്റെ കാലിനടിയിൽ സ്പ്രിങ് വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ ചാടി പറന്നു പോകുന്നത് കാണാം. പിന്നെ കാല് വെച്ചിട്ടൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു സ്റ്റെപ്പ്. അങ്ങനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് വന്ന വീഡിയോ ഏതാ? നെഗറ്റീവ് കമന്റ് വന്നത് എനിക്ക് തോന്നുന്നത് ഒരു ക്രിസ്ത്യൻ സോങ്ങിന് ഞാനത് അത് ചെയ്തതാ. ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ ആ സോങ് ചെയ്തു, അതൊരു തമാശയ്ക്ക് ചെയ്തതാ. അതിൽ വന്നിട്ട് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത വർഷം ജാനുവരി ജീപ്പ് കയറി നീ മരിക്കും.
ആ പറഞ്ഞു അയാൾ. അയ്യോ. ജീ പിടിച്ചായിരിക്കും നിന്റെ മരണം, നീ കണ്ടോ ജാനുവരി കഴിയുമ്പോൾ നീ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നീ ആ ശവപ്പെട്ടി ഒന്ന് അയച്ചു തരൂ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കമന്റ് ഭയങ്കരമാ. ഓയ്യോ അടിപൊളി കമന്റുകളാ. എന്തായാലും ഇതൊന്നും വേണ്ടിയിരുന്നില്ല, റീന ചേച്ചിയിൽ നിന്ന് ഞാൻ അത് എക്സ്പെക്ട് ചെയ്തു. ഞാൻ പറയടേ ഇതല്ല, റിയൽ അല്ല, ഇത് നമ്മളെ ഒരാളിൻ്റെ ഇത് ചെയ്യുന്നതാണ്. അപ്പം അതിൽ നമ്മളത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം പ്രേക്ഷകർ. ഇതുപോലെ ആളുകൾ ഇങ്ങനെ വന്ന് ഈ കൈൻഡ് ഓഫ് കമന്റ്സ് DM-ലൊക്കെ വരാറുണ്ടോ ഇങ്ങനത്തെ മെസ്സേജസ്? എല്ലാം വരാറുണ്ട്. ഏറ്റവും കോമഡി ആയിട്ടുള്ള ഞാൻ എന്നിട്ട് ഒരു ദിവസം ഞാനും ജിതാബി എന്ന് പറഞ്ഞിട്ട് എൻ്റെ വേറൊരു ഇൻഫ്ലുവൻസർ ഉണ്ട് UK-യിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി, ഞങ്ങൾ ജിതാബി എന്നോടൊപ്പം താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറയാം, ജിതാബി നമുക്ക് ഇന്നത്തെ നെഗറ്റീവ് കമന്റുകളൊക്കെ വായിച്ച് നമുക്ക് എൻജോയ് ചെയ്യാണ്, ഓരോന്നായിട്ട് തുടങ്ങട്ടെ. ജിതാബി ഒന്ന് വായിക്കും, നമ്മൾ ചിരിക്കും. എല്ലാ പൊട്ട കമന്റുകളാണ്. അയ്യോ നിന്നെയൊക്കെ, അയ്യോ ഇതൊക്കെ എന്ത് അയ്യോ. ഞാൻ പറയണേ ഇതൊക്കെ എന്ത് വേർഡുകളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് റൂഡ് കമന്റുകൾ, നല്ല റൂഡ് കമന്റുകളാണ്. നിന്നെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട് തട്ടും, ഞാൻ ഒന്ന് വാടകയെ തട്ടായി തട്ടി നോക്കാം. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഈ റൂഡ്. അപ്പൊ ഇവരുടെ വിചാരം ഞാൻ അയ്യോ വിറച്ച് പിന്നെ ഇനിയിപ്പം. പക്ഷെ അതാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് പേരെ കാണുന്നു. നൂർജാൻ ചോദിച്ച ആ ഒരു ചോദ്യത്തെ കണക്ട് ചെയ്യട്ടെ. അതായത് ഒരുപാട് യങ് ഗേൾസ് ഇത്തരം കമന്റ് കാണുന്നു എന്ന് പറഞ്ഞാൽ അവർ പോയി സൂയിസൈഡ് ചെയ്യാം. വൈ? എനിക്കറിയില്ല. ഇത് കമന്റ് അവരിടുന്നു, അത് നമ്മുടെ ദേഹത്തൊന്നും ഏശുന്നില്ല. ഈ കമന്റ് അവിടെ കിടന്നോട്ടെ. എന്ത് റൂഡ് കമന്റുകൾ വന്നാലും അവരവിടെ എഴുതുന്നത് അവരുടെ മനസ്സാണ് അവരവിടെ എഴുതുന്നത്. അപ്പം ഈ ഫെയറിന് അതൊന്നും നമ്മളെ ഡസൻ മാറ്റർ. ഇപ്പം നെഗറ്റീവ് അയ്യോ എല്ലാം പോസിറ്റീവ് പിന്നെ കമൻറ്റ് മാത്രം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മീഡിയയിൽ നിൽക്കാൻ പറ്റില്ല. നമ്മൾ നെഗറ്റീവും വേണം പോസിറ്റീവും വേണം. ഓക്കെ, നെഗറ്റീവും പോസിറ്റീവും ഇല്ലെങ്കിൽ അത് മീഡിയയിൽ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എനിക്ക് കൊടുക്കുക, ഇപ്പം യങ് ജനറേഷൻ, നിങ്ങൾ മീഡിയയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എക്സ്പെക്ട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമൻറ്റ്സ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് വിട്ടു പോവുക. അല്ലാതെ ഇത് താങ്ങാൻ പറ്റാതെ അയ്യോ എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ പിടിച്ചിരിക്കുന്നു, ഛർദ്ദിക്കുക, അയ്യോ ഞാൻ ഇത് കണ്ടു ചേച്ചി എൻ്റെ ഇതൊന്നും ആവശ്യം. ഓക്കെ, നിങ്ങൾ വിട്ടു പോവുക, സിമ്പിൾ. ഞാൻ ഈ നെഗറ്റീവ് കമൻ്റ് ചിരിച്ചിട്ട് കൊള്ളാം, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. എനിക്കതിനെ ചൊടിപ്പിക്കുകയൊന്നുമില്ല. ടൈപ്പ് ചെയ്യുന്ന അത്ര സമയം കൂടെ നമ്മുടെ വീഡിയോ ഞാൻ വേറെ ഒന്ന് ഇതാവും. അപ്പം ഞാൻ പറയാം നല്ല മെസ്സേജ് ഇടാം, നീ എന്നാ കറുത്ത കളർ അയക്കണേ, അയക്കുമ്പോൾ അത് അയച്ചേരെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് വിടും. ഞാൻ പറയും നീ അയച്ച മെസ്സേജ് ശവപ്പെട്ടി, ഞാൻ പറയും നീ കറുപ്പ് തന്നെ അയക്കണം കേട്ടോ, എൻ്റെ ഫേവറേറ്റ് കളറാണ്, അതും നീ മറന്നു പോരുത് എന്ന് പറഞ്ഞ് അയച്ചിട്ട് ഞാൻ അവിടെ മിണ്ടാതിരിക്കും. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ എന്താണ്, ചേച്ചി അങ്ങോട്ട് കണ്ടായത് എല്ലാം ഞാൻ കണ്ടു. പറയാം ഇതെങ്ങനെ കൂളായിട്ട് ഞാൻ കണ്ടടേ, ഇനിയിപ്പോൾ എന്ത്. ഓക്കെ, അങ്ങനെ കണ്ടോ ചോദിക്കുന്നവർ ചമ്മിപ്പോവും. അതെ, ഞാൻ പറയാം കണ്ടു ഇതിനെന്താ, അവർ എഴുതട്ടെ. ഇപ്പം ഇവരുടെ വിചാരം വേറെ ആരെങ്കിലും ആ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മോശമാണ്. അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ആന്റി? അതോ? അതെ, ഞാനായിരുന്നു. പിന്നെ എങ്ങനെയാണ് UK-ലോട്ട് അതെന്തായിരുന്നു ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ സംഭവിച്ചത്? അത് എൻ്റെ ഒരു ഫസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് എനിക്കറിയില്ല, അത് എൻ്റെ തെറ്റാണോ അല്ലെങ്കിൽ ഞാനെടുത്ത ഡിസിഷൻ്റെ തെറ്റാണോ എന്നെനിക്കറിയില്ല. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞാൻ ഹാപ്പിലി താമസിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഒരു 10-12 വർഷം. പക്ഷെ അതിലൊന്നും ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സാഹചര്യത്തിൽ ഒരു ഡിവോഴ്സ്, അത് മ്യൂച്വലായിട്ടൊരു ഡിവോഴ്സ് എടുക്കേണ്ടി വന്നു. ഞാൻ ഒരാളെ കല്യാണം കഴിച്ച ആൾ UK-യിലായിരുന്നു. അങ്ങനെ ഞാൻ UK-യിലേക്ക് മൂവ് ചെയ്യപ്പെട്ടു. എന്താ മറ്റേ ബന്ധം പോവാനായിട്ടുള്ള എന്താ കാരണം? നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി തകരാൻ? അതാ ഞാൻ പറഞ്ഞു, അത് എനിക്ക് തന്നെ അറിയില്ല അതെന്തായിരുന്നു അതിൽ വന്ന ഒരു ഫാക്ടർ എന്നത്. പക്ഷെ അത് വളരെയധികം ആ ഒരു പെയിനിൽ നിന്ന് ഞാൻ മോചിതയാകാനും ഒരുപാട് കാലം വേണ്ടി വന്നു. എനിക്ക് തോന്നുന്ന ഞാൻ കണ്ടുപിടിച്ചതെന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി ഒരു ഫ്രണ്ട് മുഖേന പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി എന്നെ ഒരുപാട് എന്തോ പുള്ളിക്ക് എന്നെ കല്യാണം കഴിക്കണം അങ്ങനെ ഒരു ഫോഴ്സ്ഫുൾ ഇത് വന്നു. പക്ഷെ ആ ഫോഴ്സ്ഫുൾ വന്നപ്പോഴും എൻ്റെ മനസ്സിൽ എവിടെയോ അത് പതറിപ്പോയി. അപ്പോൾ അങ്ങനെ പോയ ഒരു ഡിവോഴ്സ് ആയിരുന്നു അത്. അങ്ങനെ ചില മനുഷ്യരിപ്പോൾ പല ഡിവോഴ്സുകളും നമുക്ക് വേണം എന്ന് പറഞ്ഞു പോകുന്നതുമുണ്ട്, അല്ലാതെയും എടുക്കുന്ന ഡിവോഴ്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ലോകത്താരും ചെയ്യാത്തൊരു കാര്യം, ഞാൻ പുള്ളിക്ക് എൻ്റെ സ്വത്ത് പോലും ഞാനൊന്നും
ഞാനൊന്നും എടുത്തില്ല. ഞാൻ വെറും കൈയോടുകൂടിയാണ് ഒരു സെക്കൻഡ് മാരേജിലേക്ക് പോകുന്നത്. ഈ കുഞ്ഞിനെയും കൊണ്ട്. മോന് അപ്പം ഒരു 9th സ്റ്റാൻഡേർഡിലായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ ഒരുപാട് വിഷമിച്ചു. കാരണം അത് ഒരു ലൈഫിൽ നിന്ന് വേറൊരു ലൈഫിൽ പോകുക എന്ന് പറയുന്ന ഒരു ഈസി അല്ല. അത് ഇപ്പോൾ ചിന്തിച്ചാലും അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ആ പെയിൻ ഒരുപാട് എന്നെ വേട്ടയാടിയിരുന്നു ഞാൻ UK പോകുമ്പോഴും. പിന്നെ അതിൽ നിന്നൊക്കെ കയറി പിന്നെ UK ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് നമ്മളത് പൊരുത്തപ്പെടുക എന്ന് പറയുന്നതും വളരെ ടഫായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. ആ മനുഷ്യന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും ആന്റിയുടെ കണ്ണ് നിറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളോട് ഇപ്പോഴും വെറുപ്പില്ല എന്നാണ്. ഇല്ല, വെറുപ്പില്ല, സ്നേഹം മാത്രം. പിന്നീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആളുടെ കല്യാണം കഴിഞ്ഞു? ഇല്ല. ഇല്ല. അപ്പോ കോണ്ടാക്ട് ഉണ്ടോ? ഉണ്ട്. ഇനി ഒരു പാച്ചപ്പ് ഉണ്ടാകുമോ അവിടെ? അതെനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കത് തോന്നിയിരുന്നു. ഞാൻ പലപ്പോഴും അതിന് ശ്രമിച്ചിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടോ അത് സക്സസ്ഫുൾ ആയില്ല. ബട്ട് ഞാൻ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ചെയ്തിരുന്നു ഒരു സമയത്ത്. പക്ഷെ അത് പിന്നെ അത് നടന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഒതുങ്ങിക്കൂടി. അതെ, കാരണം പ്യൂറസ്റ്റ് ലവ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരാളുടെ കണ്ണ് നിറയില്ലല്ലോ. ഡിവോഴ്സിന് ശേഷം സാധാരണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല, ഒരു വാക്ക് പോലും പറയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ എങ്ങനെ എന്നിട്ട് പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊരു അതാ ഞാൻ പറഞ്ഞു, അതത്രയും എനിക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് പെയിൻ തന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിവോഴ്സ് എടുക്കുന്നവരോടും എനിക്ക് ഒരുപാട് ആലോചിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ലൈഫിൽ നിന്ന് വേറൊന്നിലേക്ക് പോവുക എന്ന് പറയുന്ന ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതെ, നമ്മൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചു കഴിയുമ്പോഴായിരിക്കും അല്ലേ ചിലപ്പം മറ്റേതിന്റെ ഇത് മനസ്സിലാവും. സത്യമാണത്. ദെൻ ഈ UK ബന്ധം അതെന്തായി പിന്നെ? അതൊരു വല്ലാത്ത ട്രാജഡിയായി പോയി. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരാളല്ലായിരുന്നു. പിന്നെ പുള്ളിയുടെ ഒരു രീതികളുമൊക്കെ വേറെ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം പുള്ളി UK ഇവിടുത്തെ മലയാളിയാണെങ്കിലും ഒരുപാട് വർഷക്കാലം UK താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ പുള്ളിക്ക് വളരെ സെൽഫിഷ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ടാവാം. അത് പുള്ളിയുടെ നേച്ചറായിരിക്കാം, കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ഡിഫറെൻ്റ് ആൾക്കാർ ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡാണല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായി. പക്ഷെ അത് എന്തുകൊണ്ടോ അത് സക്സസ്ഫുള്ളായില്ല. ബട്ട് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ അതും ഒരുപാട് പെയിൻ എടുത്തു. ബട്ട് ഞാൻ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ, ഒന്നിൽ നിന്ന് പോകുമ്പോൾ വേറൊന്ന് ഒരുപാട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. പക്ഷെ അതാവില്ല എന്ന് കാണുമ്പോൾ നമ്മളൊരു പോയിന്റിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ എടുത്തൊരു സ്റ്റോപ്പായിരുന്നു. അതിപ്പോൾ എത്ര വർഷം ഉണ്ടായിരുന്നു ഒരു റിലേഷൻ? അതും ഒരു 12 yearsോളം, 10-12 ലോങ് റിലേഷൻ. അതെ ആയിരുന്നു. കാരണം ഞാനത് മാക്സിമം അത് അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും എനിക്കത് കൊണ്ടുപോകണം എന്ന ഒരു ഇതിലെടുത്ത ഒരു റിലേഷനായിരുന്നു. പക്ഷെ അതല്ല, അങ്ങനെയല്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അതിങ്ങനെ പീഡനങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടല്ലോ. അപ്പം UK അതൊന്നും പാടില്ല. അപ്പം അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫിസിക്കൽ അബ്യൂസ് ഒക്കെ അതൊക്കെ വന്നപ്പോഴത്തേക്ക് അതെനിക്ക് പ്രശ്നമായി മാറി. അപ്പോൾ അവിടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പോലീസ് ഇൻവോൾവ് ആകും. അവിടുത്തെ ലോ വേറെയാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് നമ്മളെ ബുദ്ധിമുട്ടിക്കും. വേറെ ഇനി എന്തെങ്കിലും പ്രോബ്ലംസിലേക്ക് പോകുമോ? അപ്പം അതിനേക്കാളും നല്ലത് ഇങ്ങനെ മാറി പോവുകയല്ലേ നല്ലത്. ഇങ്ങനെയൊക്കെ ഇത്രയും ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും പല അറേഞ്ച്ഡ് മാരേജസിലും കണ്ടുവരുന്നത് പെൺകുട്ടികൾ സൂസൈഡ് ഒക്കെ ചെയ്യുന്നത് ഈ ഫിസിക്കൽ അബ്യൂസും ഇവർക്ക് വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത ഒറ്റപ്പെട്ട് പോകുമ്പോഴാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ആൻറ്റി ഇത് എങ്ങനെ സർവൈവ് ചെയ്തു? ഒരിക്കലെങ്കിലും ഇങ്ങനൊരു തോട്ട് മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചത് ലൈഫിൽ എങ്ങനെയെങ്കിലും സക്സസ്ഫുൾ ആവുക, എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ സക്സസ്ഫുൾ ആകും എന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ പല പ്രാവശ്യവും ഞാൻ പുറത്ത് നിന്നിട്ടുണ്ട്. അതായത് എവിടെ പോകണം എന്നറിയാതെ, കാരണം ഞാൻ പുള്ളിയുടെ കൂടെ താമസിച്ചിരുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പുറത്ത് വന്നപ്പോഴും എനിക്ക് പലപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും എനിക്ക് എങ്ങോട്ട് പോകണം എന്നറിയാതെ ഒരുപാട് സമയം ഞാൻ വിഷമിച്ചിട്ടുണ്ട്. താമസിക്കാൻ. അതെ, അപ്പോഴാണ് ഒരു വളരെ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു ഫാമിലി എന്നെ അപ്രോച്ച് ചെയ്തും. ഞങ്ങളുടെ ചേർച്ച് ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തതുമൊക്കെ. അപ്പോൾ അതൊക്കെ
ചിലപ്പോൾ എൻ്റെ ക്യാരക്ടർ കൊണ്ടാവാം, അവർക്ക് ആ സിറ്റുവേഷൻസ് മനസ്സിലായത് കൊണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകിച്ച് ഈ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിൽ നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വരിക എന്ന് പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അല്ല. അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കോമഡേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസ് ആണ്. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തായാലും ഇറങ്ങി ഉടനെ തന്നെ ആ ഫാമിലി കൊണ്ടുപോവില്ലല്ലോ. അന്നത്തെ ഒരു നൈറ്റ് ആൻറ്റി എങ്ങനെ സ്പെൻഡ് ചെയ്തു? അതൊക്കെ ഞാൻ ഫ്രണ്ട്സിനെ വിളിക്കുക, അപ്പോൾ അവരോട് സംസാരിക്കുക, എവിടെയെങ്കിലും ഉണ്ടോ, അതും നല്ല തണുപ്പാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ തരണം ചെയ്തിട്ട് ഓരോരുത്തരടുത്ത് വിളിക്കുക, എവിടെയെങ്കിലും ഇങ്ങനെ റൂംസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിപ്പം ഒരു 12 years അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, നമുക്കറിയില്ല എവിടെയാണ് പോകേണ്ടത്. കാരണം ഞാനും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് വീണ്ടും എന്നെ വേട്ടയാടാൻ തുടങ്ങി. അയ്യോ, ഞാൻ എവിടെയായിരിക്കും താമസിക്കുന്നത്, ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അവർ തരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ പോയപ്പോഴാണ് ഇവരെ കാണുകയും ഇവരുമായിട്ട് ഫാമിലിയിൽ ആവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ എടുക്കില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ നേരെ പോയി സൂസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അയ്യോ എനിക്കിത് പറ്റുന്നില്ല, അങ്ങനെ നിൽക്കാൻ പാടില്ല. ഏതൊരു പ്രതിസന്ധിയും നമ്മൾ നേരിടുക, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്ന. അതെ ആൻറ്റി, യു ആർ റിയലി ബോൾഡ്. കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ പറയാം. ഒരു എന്താ പറയുക, ബോൾഡ് ലേഡി എന്ന് പറയുന്ന ഒരു വേർഡ് ആൻറ്റിക്ക് കറക്റ്റായിട്ട് ചേരും. ആ ഒരു എന്താ പറയുക, ശരിക്കും ആൻറ്റി ഭയങ്കര ബോൾഡാണ്. അതെ, ഇപ്പം ഞാൻ അത് ലൈഫ് അങ്ങനെ ആക്കി മാറ്റി. കാരണം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കരിയറും കൊണ്ടുപോകണം, ലൈഫും കൊണ്ടുപോകണം. അത് ഒറ്റയ്ക്ക് ഒരാൾ ലൈഫും പ്ലസ് നമ്മുടെ കരിയറും കൊണ്ടുപോകുക എന്നത് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ എൻ്റെ വർക്ക് ചെയ്യുന്നവർ പറയുവാൻ, റീന, I couldn't even think the hard work you doing in UK because I never ever meet a lady like you. കാരണം അത് അത്രയും ഹാർഡ് വർക്ക് ഞാൻ ഇട്ടു. ജോലിയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഒരു നല്ലൊരു ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ മോനൊരിത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഒരു നല്ലൊരു നല്ലൊരു ലൈഫ് ഉണ്ടാകാൻ അത്രയും കഷ്ടപ്പെട്ടു. ആദ്യത്തെ ബന്ധത്തിൽ നിന്നും രണ്ടാമത്തെ ബന്ധത്തിൽ നിന്നും ഒന്നും ഒരു രൂപ പോലും നഷ്ടപരിഹാരം ഒന്നും വാങ്ങിയതുമില്ല, ഉള്ളത് കൊടുക്കുകയും ചെയ്തു അല്ലേ? കറക്റ്റ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ലോകത്തോട് അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യുന്ന, എനിക്ക് ഇത് വേണം അത് വേണം, 5 പൈസ എൻ്റെ പൈസ ഞാൻ ഇപ്പം കോർട്ടിൽ ചോദിച്ചാലും അറിയാം, ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആരുടെ കയ്യിൽ നിന്നും. 2 പേരിൽ നിന്നും ഞാൻ നഷ്ടപരിഹാരത്തിന് പോവുകയോ അല്ലെങ്കിൽ ഞാൻ ഉള്ളതും കൂടി അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡിന് ഞാൻ എൻ്റെ പ്രോപ്പർട്ടിയും കൂടി ഞാൻ ഇത്രയും ഇതുള്ളത് ഞാൻ അങ്ങോട്ട് കൊടുത്തു. കാരണം പുള്ളിയായിട്ട് വിഷമിക്കാൻ പാടില്ല. ഞാൻ എന്തായാലും UK പോവുമല്ലേ, അപ്പം എനിക്ക് കഷ്ടപ്പെട്ടായാലും ജീവിക്കാമല്ലോ, പക്ഷെ ജീവിതം പോകരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു എത്രയോ ലാക്ക് അങ്ങോട്ട് കൊടുത്തു. അല്ല, ഈ രണ്ടാമത്തെ ബന്ധം ആയതിനു ശേഷമല്ലേ UK പോയത്? അപ്പോ ഈ ഒരാളുടെ പ്രസൻസ് കാരണമാണോ നിങ്ങളുടെ ലൈഫിൽ വന്നത്? അതപ്പോ എന്താണ് ഇപ്പൊ ആന്റിക്ക് തോന്നുന്നുണ്ടോ അത് ആന്റിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു? 100% ഞാനത് ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ട് അത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ട് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. കാരണം ആ ഉത്തരം കിട്ടാത്തിടത്തോളം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുക, എൻ്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട്. ഇപ്പം ഞാൻ സ്ട്രോങ് ആയാൽ മാത്രമേ എൻ്റെ മകൻ സ്ട്രോങ് ആകുള്ളൂ. ഇപ്പം ഞാൻ തളർന്നു പോയി കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു മകനുണ്ട് എന്നൊരു ചിന്ത വരുമ്പോഴാണല്ലോ ലേഡീസ് കുറച്ചുകൂടെ സ്ട്രോങ് ആകുന്നത്. അപ്പം അങ്ങനെ സ്ട്രോങ് ആയി ഇല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതിൽ ഞാൻ പെർമനൻറ്റ് റെസിഡൻ്റ് എടുത്തു, ബ്രിട്ടീഷ് സിറ്റിസണായി. ഇതൊന്നും ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയ ഒരു വ്യക്തിക്ക് എടുക്കുന്നതും ഫാമിലിയായിട്ട് പോയി എടുക്കുന്ന സിറ്റിസൺഷിപ്പ് എടുക്കുന്നതും ടോട്ടലി ഡിഫറെൻറ്റ് കാറ്റഗറി. അതെ, അപ്പം ഞാൻ ഇതിൽ വന്ന ആളാണ്, ഒരേ വൺ മാൻ ഷോ എന്ന് പറയാം. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ആൻറ്റിക്ക് ഒരു ടൈം മെഷീൻ കിട്ടുകയാണ്, ലൈഫിലോട്ട് തിരിച്ചു പോയിട്ട് ഒരു എന്തെങ്കിലും കുറച്ച് ചെയ്ത കാര്യങ്ങൾ തിരുത്തി ചെയ്യാൻ ഒരു അവസരം കിട്ടിയ ആൻറ്റി എന്തായിരിക്കും ആദ്യം ചെയ്യുന്നത്? അതെനിക്ക് എങ്ങനെ തിരുത്തി ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ട്രൈ ചെയ്തു നൂർജഹാൻ. ഞാൻ എൻ്റെ എക്സ് ഹസ്ബൻഡിനോട് മാപ്പ് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതായിരിക്കും ആദ്യം ഞാൻ ഫോക്കസ് ചെയ്ത്.
എനിക്ക് തോന്നിയത് ലൈഫാണിത്, നമ്മുടെ വിലപ്പെട്ട ഒരു ലൈഫ് പോകുക എന്ന് പറയുന്നത് ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം കൊണ്ട്. അതുകൊണ്ട് ആ ലൈഫ്, എനിക്ക് ആ ലൈഫിനോടുള്ളൊരു വിഷമമുണ്ട് ഇപ്പോഴും. പക്ഷെ അത് ആണെങ്കിൽ ഞാൻ തിരിച്ചു പോയി മാപ്പ് പറഞ്ഞ പുള്ളിയുമായിട്ട് റീയൂണിയൻ ചെയ്യാൻ ഭയങ്കര എനിക്ക് താല്പര്യമുണ്ട്. അത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്യും. അതായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൻറ്റി ഇപ്പോൾ ഏതൊരു മാരീഡ് നല്ല ഹാപ്പിലി മാരീഡ് കപ്പിളിനോടും മേ ബി പറയാനുള്ളത്, ഒരിക്കലും ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് കളയരുത് ഒരിക്കലും. കാരണം അതൊരു നൈമിഷികമായിട്ട് നമ്മൾ എടുക്കുന്ന, വിത്തൗട്ട് തിങ്കിങ് എടുക്കുന്ന ഒരു തീരുമാനമായിട്ട് ഒരു റിലേഷൻഷിപ്പിനെ കാണാൻ പാടില്ല. കാരണം അത് നമ്മളെ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ആ ഒരു സെക്കൻഡ് റിലേഷൻഷിപ്പ് എടുക്കാൻ പാടുള്ളൂ. ഇതിൽ നിന്നൊക്കെ ഒരു മനസ്സ് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റീൽസ് ഒക്കെ ചെയ്തു. അതെ, റീൽസ് ഞാൻ തുടങ്ങുന്നത് ഇപ്പം ഞാൻ ഓർത്ത് ഞാനൊരു ഫ്രീ ആയിട്ടുള്ള ഒരാളായി, മാനസികമായിട്ട് എനിക്ക് ഹാപ്പിനെസ് തുടങ്ങി. കാരണം എനിക്ക് അബ്യൂസ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഫിസിക്കലി സ്ട്രെസ്സോ ഒന്നുമില്ല. അപ്പം ഞാൻ ഓർത്ത് എന്തുകൊണ്ട് എനിക്കും എൻ്റെ പഴയ ഒരാഗ്രഹങ്ങൾ തട്ടിക്കുടഞ്ഞെടുത്തുകൂടാ. അപ്പോൾ ആ ഒരു ആഗ്രഹം ഞാൻ ഈ ലൈഫിൽ കൂടി സഫലീകരിച്ചില്ലെങ്കിൽ റീന എന്ന വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അങ്ങനെ എടുത്ത ഒരു തീരുമാനമാണ്. അപ്പം എനിക്ക് പണ്ടേ ഡാൻസും പാട്ടുമൊക്കെ ഇഷ്ടമായിരുന്നു. പാട്ട് പാടുമോ? ഇല്ല, പക്ഷെങ്കിൽ എനിക്കൊരു സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത്ര പാടാൻ പറ്റില്ല, ത്രോട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് അങ്ങനെ അത്രയും എനിക്കിങ്ങനെയൊക്കെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം ഈ ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിൽ കൂടി ഞാനത് ചെയ്തു തുടങ്ങി. ആദ്യമൊക്കെ ഇതേപോലെ കമൻസ് ഒക്കെ വരുന്നത് ഫുൾ നെഗറ്റീവ് കമൻസ് ആയിരുന്നു ആദ്യം. ആ നെഗറ്റീവ് പതുക്കെ പോസിറ്റീവ് ആക്കി. എന്താ അതിന്റെ സീക്രട്ട്? ആ നെഗറ്റീവ് പറഞ്ഞവരെ കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടം അതങ്ങനെ അതെങ്ങനെ ആക്കി എടുത്തത്? അത് എനിക്ക് തോന്നുന്നത് ഇൻ്റർവ്യൂസ് ആയിരിക്കാം. കാരണം അവർക്ക് എന്നെ പേഴ്സണലി അറിയില്ലല്ലോ. അപ്പം അവർ ചോദിക്കുന്നു, ഒരു ചാട്ടക്കാരി ഏതാ, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊച്ചുടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കൊച്ചു പെണ്ണെന്നാ വിചാരം, മുതുക്കിയ. ഞാനപ്പോൾ പറഞ്ഞു, ഞാനല്ലേ തീരുമാനിക്കും ഞാൻ മുതുക്കിയാണോ കൊച്ചാണോ എന്ന്. അപ്പം അങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തി. ഒരു നെഗറ്റീവ് കമൻറ്റിനും ചിലതിനൊക്കെ ഞാൻ തമാശയായിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ ആ നെഗറ്റീവ് കമൻ്റ് ഒന്നും ഞാൻ ഈ കാറ്റത്ത് പറത്തിവിട്ട പട്ടം പോലെ എടുത്തിട്ട് അപ്പം ഞാൻ തന്നെ ആ പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഇൻ്റർവ്യൂ കണ്ടിട്ടാകാം ആൾക്കാർക്ക്, പക്ഷെ ഒരു സഹതാപം അവർക്ക് എന്നോട് തോന്നേണ്ട കാര്യമില്ല. കാരണം സഹതാപ രൂപേണ ഉള്ള ഒരു ഇഷ്ടം അതെനിക്ക് അത്ര ഇഷ്ടമില്ല. കാരണം റീന എന്ന ബോൾഡായിട്ടുള്ള ഒരു ലേഡി എങ്ങനെ ഇങ്ങനെ ഒരു വ്യക്തിത്വം, അതാണ് എനിക്ക് അവരിലൂടെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന. അത് അവരെന്നെ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് പലതുമായിക്കോട്ടെ, പക്ഷേ എൻ്റെ സർക്കംസ്റ്റാൻസസ് വെച്ച് പലർക്കും അതൊരു മാതൃകയാവുകയാണെങ്കിൽ അത് നല്ലതാവും എന്നാണ് എൻ്റെ ഒരു തീരുമാനം, എൻ്റെ ഒരു ചിന്ത. അപ്പോൾ ഇനി UK തന്നെ കംപ്ലീറ്റ്ലി അവിടെ തന്നെ നിൽക്കാനാണോ തീരുമാനം, അതോ നാട്ടിൽ വന്ന് എപ്പോഴെങ്കിലും സെറ്റിൽ ആവണം എന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് നാട് ഒരുപാട് ഇഷ്ടമാണ്. കാരണം എനിക്കിപ്പോൾ ബ്രിട്ടനിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രിട്ടീഷ് അങ്ങനത്തെ ഒരു ചിന്താഗതി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ ഡ്രസ്സ് ഇടണം, അതെൻ്റെ പാർട്ട് ഓഫ് മൈ ലൈഫ്. കാരണം ഇപ്പോൾ വർക്കിന് പോകുമ്പോഴായാലും ജീൻസ്, കുഞ്ഞു ഡ്രസ്സുകൾ, അവരുടെ പാർട്ടി ഡ്രസ്സൊക്കെ നമ്മളെ പോലെയല്ല, എല്ലാം ഷോർട്ട് ഡ്രസ്സും. അപ്പോൾ അത് ഞാനും ഇട്ട് അവിടുത്തെ ആ ഒരു കൾച്ചറും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആസ് എ പാർട്ട് ഓഫ് ദ ലൈഫ് സ്റ്റൈൽ. പക്ഷേങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം നാട്ടിൽ വരണം, സെറ്റിൽ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ രഞ്ജിമാരുടെ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ നമുക്കിവിടെ സൈഡിൽ കൊടുക്കാതെ എങ്ങനെയാണെന്ന് ആ ഫോട്ടോ ഒരെണ്ണം കൊടുക്കാം. എന്ത് വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ്, ആള് തന്നെ മാറിപ്പോയല്ലോ. അയ്യോ രഞ്ജുമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കാരണം രഞ്ജുമ്മ, ഞാൻ UK നിന്ന് ഇങ്ങോട്ട് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ രഞ്ജുമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ രഞ്ജുമ്മ, റീന ഇവിടെ വരുന്നെങ്കിൽ റീന ചേച്ചി എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ രഞ്ജുമ്മയായിട്ട് പിന്നെ കുറച്ച് ബ്രഷൊക്കെ പറഞ്ഞിരുന്നു. രഞ്ജുമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ബ്രഷൊക്കെ. അപ്പം അതൊക്കെ ഞാൻ മേടിച്ചു. അപ്പം അങ്ങനെയൊക്കെ രഞ്ജുമ്മ ഒരു
ക്ലോസ് ടു മൈ ഹാർട്ടാണ്. എന്തുകൊണ്ടോ രഞ്ജുമ്മയെടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് പോസിറ്റിവിറ്റി തോന്നാറുണ്ട്. എന്തുകൊണ്ടോ എനിക്കതറിയില്ല, ഒരു മാസ്മരികത എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് രഞ്ജുമ്മയോട്.